കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ശശി തരൂര്. സമ്മതിക്കൂല. CS മുഹമ്മദ് കോയ. അറിയലേ, വെറുതെ പറയണല്ലോ കേട്ടോ. അച്യുത മേനോൻ. ശിവൻകുട്ടി തന്നെ. ശശി തരൂർ. നിങ്ങൾക്ക് നിർത്തിയിട്ട് വേഗം പോയി കഴിക്കും. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കത്താണ്. വക്കത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ഏത് സ്കൂളിലാണ്? വക്കം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ പ്ലസ് വൺ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാണ് ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ അംഗീകാരമുള്ള 2 സ്ഥാപനങ്ങളിലൊന്നാണ്. നമ്മളെ ആറ്റിങ്ങൽ പ്രദേശത്തും ഏക സ്ഥാപനമാണ് ജയഭാരത്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അറിയത്തില്ല. അത് മറന്നുപോയി. ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? മുഹമ്മദ് കോയ. കുറച്ചുകൂടെ. CS മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയ. മുഹമ്മദ് കോയ. ഉറപ്പാണോ? CH മുഹമ്മദ് കോയ അല്ല. ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട്. ഈ അധ്യാപന രംഗത്തേക്ക് കടക്കുന്നവർക്ക് +2 ഡിഗ്രിയും കഴിഞ്ഞ് നിൽക്കുന്ന വീട്ടിൽ സഹോദരിമാരോ കുട്ടികളോ സുഹൃത്തുക്കളോ ഉണ്ടല്ലോ, അവർക്കെല്ലാം സർക്കാർ അംഗീകാരമുള്ള സ്ഥാപനമാണ് വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി സ്കൂള്. നമ്മളെ KSRTC ബസ്സിൽ ഉൾപ്പെടെ കൺസെഷൻ ലഭിക്കുന്നു. കൂടാതെ വാഹന സൗകര്യവുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 2ാമത്തെ സ്ഥാപനവും ആറ്റിങ്ങലിലെ ഗവൺമെൻറ് അംഗീകാരമുള്ള ഏക സ്ഥാപനവുമാണ് ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? അച്യുത മേനോൻ. ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. PSC ടെസ്റ്റുകളിൽ ഇല്ല, എഴുതിയിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ വലിയകുന്ന് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരായിരുന്നു? എല്ലാവർക്കും പറയാനുള്ള അവസരം. ഞാൻ അങ്ങോട്ട് വരാം. അറിയാമെങ്കിൽ പറഞ്ഞോ. അറിയത്തില്ല. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. ഉറപ്പാണ്. മുണ്ടശ്ശേരിയല്ലേ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി? വിദ്യാഭ്യാസ മന്ത്രി അത് തന്നെ. കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷായിരുന്നു. 1957 EMS മന്ത്രിസഭയിൽ മണലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയ ജോസഫ് മുണ്ടശ്ശേരി മാഷാണ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അപ്പോൾ ജയഭാരത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം കൈമാറുകയാണ്. ഒന്ന് പിരുത്ത് നോക്കിക്കോ, അയച്ചു നോക്കിക്കോ.
അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.